40 വർഷത്തിലധികമായി തൃശ്ശൂരിൽ ഫുട്ബോൾ സ്ഥിരമായി പാലസ് ഗ്രൗണ്ടിന് മുൻവശത്ത് കളിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ പിന്നീട് ഒരു ക്ലബ്ബ് രൂപീകരിച്ചു, വെറ്ററൻസ് FC എന്നുള്ളത്. ആ വെറ്ററൻസ് FC ഇപ്പോൾ പാലസ് ഗ്രൗണ്ടിനകത്ത് എല്ലാ ദിവസവും രാവിലെ ഫുട്ബോൾ കളിക്കുകയാണ്. അതിൽ 45 വയസ്സിന് മുകളിലുള്ളവരാണ് എല്ലാവരും തന്നെ. പക്ഷേ അവരുടെ ഒരു ആരോഗ്യത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ ഒരു ദൃഢത ഈ ഒരു കളിയിൽ നിന്നാണ് ലഭിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് കൃത്യമായി ഈ കൂട്ടം ഗ്രൗണ്ടിലുണ്ടാകും. പതിറ്റാണ്ടുകളായി അത് ദിനചര്യയാക്കിയവരാണ് ഇവരിൽ ഭൂരിഭാഗവും. ആദ്യം പാലസ് ഗ്രൗണ്ടിനോട് ചേർന്നുള്ള മൈതാനത്തായിരുന്നു കാൽപന്ത് കളി. ഇപ്പോൾ എല്ലാവരും ചേർന്ന് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിനകത്താണ്. ഒരു വേർതിരിവുകളുമില്ലാതെ വിവിധ മേഖലയിൽ നിന്നുള്ളവരുണ്ട് ഇവിടെ. അപ്പൊ ടീം ഇടുന്ന തിരക്കിലാണ്. കളി തുടങ്ങുന്നതിന് മുൻപ് എല്ലാവരും ടീമൊക്കെ ഇട്ട എന്തായി? ഇവിടെ വന്ന് നമ്മളുടെ എല്ലാ മാനസിക പിരിമുറുക്കങ്ങളും മാറുകയാണ്. ഞങ്ങൾ ചീത്ത പറയും, ഞങ്ങൾ കളിയാക്കും, ഞങ്ങൾ പരിഹസിക്കും, ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും. കളിയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ചിലപ്പം ഇന്നലെ ഇവനൊരു ചവിട്ടി കൂട്ടി, പക്ഷെ അത് കളിയിൽ വെച്ച് തീരും. അപ്പം പുറത്താക്കി ചാനൽ ചർച്ചയിലൊക്കെ ഉണ്ടാവണം തല്ലൂട്ടന്മാർ. നമുക്ക് എത്ര കാശ് കിട്ടിയാലും ഇവിടെ വന്നു പോകുന്ന അത് അല്ലൂട്ടം, അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഒരുമിച്ചുള്ള കൂട്ടിക്കാഴ്ച, അതാണ് ഏറ്റവും നല്ലത്. ഏതൊരു ഭാഗം തന്നെ ദിവസം തുടങ്ങുന്നത് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. വെറ്ററൻസ് FC പാലസ് ഗ്രൗണ്ട് എന്ന ഒരു ക്ലബ്ബും ഇവിടെ കളിക്കാനെത്തുന്നവർ ചേർന്ന് തുടങ്ങി. 45 വയസ്സ് കഴിഞ്ഞവരാണ് എല്ലാവരും. 75 വയസ്സ് വരെയുള്ളവരുണ്ട്. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ആരോഗ്യം നിലനിർത്താൻ കാൽപന്ത് കളിയാണ് ഇവരെ സഹായിക്കുന്നത്. വയസ്സിൽ ആരോഗ്യമുള്ള എത്ര വയസ്സുള്ള ആൾക്കാർ മണിയും കളിക്കും. ഇപ്പൊ അദ്ദേഹത്തിന് അഡ്വക്കേറ്റാണ് രാധാകൃഷ്ണൻ, 74 വയസ്സായി. ഞാൻ വലിയൊരു ആക്സിഡന്റ് രക്ഷപ്പെട്ടു, ഇവിടെ ഇരുന്നിട്ട് രക്ഷപ്പെട്ടതാ. ഇവിടെ വന്ന് കളിച്ചോണ്ട് രക്ഷപ്പെട്ടതാ. ഈ ഗ്രൗണ്ടില് നമ്മൾ വിജയനൊക്കെ നമ്മുടെ ഒപ്പം തന്നെയുള്ളതാണ്. 40 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള കളി ഇപ്പോഴും തുടരാണ്, ആ ആർജവത്തോട് കൂടിയിട്ട്. നിരവധി ഇന്ത്യൻ താരങ്ങൾ ഉൾപ്പെടെ സ്ഥിരമായി കളിച്ചിരുന്ന ഈ പാലസ് ഗ്രൗണ്ടിൽ ഇപ്പോഴും വളരെ ആവേശത്തോടു കൂടി എല്ലാ ദിവസവും കളി തുടരുകയാണ്. ഫുട്ബോൾ ആവേശത്തിലാണ് എല്ലാവരും തന്നെ. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.